രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരമൊക്കെ ഒന്ന് പുറത്ത് പോയിരുന്നാൽ തന്നെ എനിക്ക് മൈൻഡൊന്ന് റിലാക്സ് ആവുള്ളൂ. ഈ പ്രകൃതിയൊക്കെ ഒന്ന് കാണുമ്പോൾ എനിക്കെന്താന്നല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കുറച്ച് നേരം അവിടെയൊക്കെ നോക്കിയെന്ന് കണ്ടു. പിന്നെ ഞാൻ എൻ്റെ പണിക്ക് തന്നെ ഇറങ്ങിട്ടോ, അല്ല ഞാൻ ശരിയാവില്ല. അതാ ചായക്കുള്ള വെള്ളം കേട്ടോ ആദ്യം തന്നെ ഞാൻ വെക്കണേ. ഇവിടെ ഞാൻ ചായ കുടിക്കില്ല, ഞാനും കുട്ടികളും കുടിക്കില്ല. ഉമ്മയും ഉപ്പയൊക്കെ ചായ കുടിക്കണോണ്ട് ഓൽക്കുള്ള ചായയാണ് ആദ്യം സെറ്റാക്കണത്. ചായക്ക് വെള്ളം വെച്ച് പിന്നെ ഞാനിതാ ഓട്ടടക്ക് അരക്കാൻ വേണ്ടി ഇന്നലെ രാത്രി തന്നെ അരി കുതിർക്കാൻ വെച്ചിന്. അപ്പോൾ ആ അരി എടുത്തുകാണ്ട് മിക്സിയിലെ ജാറിലിട്ടുകാണ്ട് ഓട്ടടക്കുള്ള മാവ് റെഡിയാക്കാമെന്ന് വിചാരിച്ച് അത് അരക്കട്ടെ വിചാരിച്ച് അത് മിക്സിയിലെ ജാറിലിട്ടുകാണ്ട് നല്ല ഓട്ടട മാവ് റെഡിയാക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ചായ തിളക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചായക്കുള്ള ചായപ്പൊടി ഇട്ട് ചായ റെഡിയാക്കി വെച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാനെന്നാൽ ഇനി തേങ്ങ ചിരകാൻ വിചാരിച്ചിട്ട് പിന്നെ തേങ്ങയും ചിരക്കി അതും സെറ്റാക്കി. പിന്നെ ഞാൻ തിജ് പിടിപ്പിച്ചാൽ നിന്ന്. നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണ്? തിജ് പിടിപ്പിച്ചിക്കാണ്ട് അടുപ്പത്താണോ അതോ ഗ്യാസുമ്മലാണോ? ഫുള്ള് ഗ്യാസാണോ? ഞങ്ങളെ വീട്ടിൽ ഫുള്ള് അടുപ്പത്താണ് കേട്ടോ. അങ്ങനെതാ ഞാൻ തിജൊക്കെ പിടിപ്പിച്ച് അടുപ്പ് സെറ്റാക്കിക്കാണ്ട് പിന്നെ ഞാൻ ഓട്ടടച്ചട്ടി വെച്ചിട്ടോ, ഓട്ടട ചുടാൻ വേണ്ടി. എന്നിട്ട് വേണം ബാക്കിയുള്ള കറികളും ചോറൊക്കെ റെഡിയാക്കാൻ. അപ്പോൾ പിന്നെ ഞാൻ ഓട്ടട വേഗം തീമിച്ച് ഓട്ടട ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റത്തെ ഓട്ടട റെഡിയാക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സമാധാനമാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ശരിയാവുമല്ലോ. അങ്ങനെ ഒക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. സെറ്റാക്കണതിൻ്റെ ഇടയിൽ അല്ലൂസ് എഴുന്നേറ്റ് വന്നേക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഓനെ കുറച്ച് നേരം കൊഞ്ചിക്കഴിഞ്ഞാൽ പിന്നെ ഓൻ ഒന്നിനും എന്നെ സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ ഓനെ കുറച്ച് നേരം കൊഞ്ചിച്ച് പിന്നെ ഓനെ കളിച്ച സാമാനൊക്കെ ഇട്ടെടുത്ത് പിന്നെ ഓൻ അടിരുന്ന്. അപ്പോഴേക്കും ഞാൻ എൻ്റെ വേഗം ചുടട്ടെ, അല്ല ഞാൻ പിന്നെ ഒന്നിനും എന്നെ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ വേഗം ചുടട്ടെ കേട്ടോ. ഓക്കെ, ബായ്.